ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമില്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറേ ആയ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ രാവിലെ തന്നെ നീട്ടപ്പം ഒന്നിങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാം. നല്ല ഉറക്കണീറ്റിട്ടില്ല. അപ്പം ഞാൻ പോയിട്ട് എൻ്റെ പണികളൊക്കെ തീർക്കട്ടെ കേട്ടോ. ഫസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്യുന്ന മുന്നേ നമ്മളെ കൈ നന്നായിട്ടൊന്ന് ഹാൻഡ് വാഷൊക്കെ വെച്ചങ്ങാണ്ട് അല്ലെ സോപ്പ് യൂസ് ചെയ്തിട്ട് നല്ല കഴുകിയതിൻ്റെ ശേഷം മാത്രം ഫേസ് വാഷ് ചെയ്യാം. അപ്പം അതാണ് ഏറ്റവും ബെറ്റർ. കൈമിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതെ അപ്പം തന്നെ മുഖത്തേക്കാക്കണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ യൂസ് ചെയ്തത് നാച്ചോസിൻ്റെ ഫേസ് വാഷാണ്. നാച്ചോസിൻ്റെ ഡീറ്റാൻ ഫേസ് വാഷാണ്. പിന്നെ ബ്രഷ് ചെയ്യുക, അങ്ങനത്തെ അല്ലറ ചില്ലറ മോർണിംഗ് റൂട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഒന്ന് ഫോൺ എടുത്ത് നോക്കും, ട്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇൻസ്റ്റയിലും നോക്കും. ഇൻസ്റ്റയിൽ ആരോ ഒരാൾ മെസ്സേജ് അയച്ചിട്ട് എനിക്കറിയില്ല അത് ആരാ കറക്റ്റ് എന്ന്. ആരെങ്കിലും ആവട്ടെ, ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു കേട്ടോ. അപ്പോൾ അതിന് റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ രാവിലെ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കിയിരിക്കുക. അതൊക്കെയാണ് രാവിലത്തെ പരിപാടി. ഗിവവേൻ്റെ വീഡിയോ തലേന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വല്ല റിപ്ലൈസും കാര്യങ്ങളൊക്കെ വന്നിക്കണമെന്ന് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം. ഹലോ മൈ യൂട്യൂബ് ഫാം, നമ്മൾ ഒരു ചെറിയ ഗിവവേ കാര്യങ്ങളൊക്കെ 1K ടൈമിൽ അനൗൺസ് ചെയ്തിരുന്നു. അതിൻ്റെ ടൈം അടുത്തോണ്ട് നിൽക്കുന്നത്. ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി ആയിട്ടുണ്ട്, നമ്മൾ 2K ഫാം ആവും. അപ്പോൾ 2K ഫാം ആയിട്ടുണ്ട് ഗിവവേ കാര്യങ്ങളുടെ വിന്നേഴ്സിനൊക്കെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 2K ഫാം ആയിട്ടുണ്ട് നമ്മൾ ഗിവവേൻ്റെ വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുക. സ്വന്തം വീട്ടിലാകുമ്പോൾ ഇങ്ങനെ കുറച്ച് ലേറ്റായിട്ടൊക്കെ എണീറ്റ് വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഒന്ന് കിച്ചണിലേക്ക് വന്നു. ഷാൻക്കാക്കുള്ള ഫുഡ് കാര്യങ്ങൾ, ഷോപ്പിലേക്ക് ഉണ്ടാകുള്ള ഫുഡ് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് അവിടെ 2-3 അല്ലറ ചില്ലറ പ്ലാന്റ്സും ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇത് വെള്ളത്തിലാണ് വളരുന്നത്, അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ലേ. ഒരു ഗുഡ് മോർണിംഗ് പറയൂ. എന്താ നീക്കി വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ താഴത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തീർത്തു കൊടുത്ത് പിന്നെ ഷാനിൽക്കാക്കിനെ വിളിച്ചെണീപ്പിച്ചു. പിന്നെ രണ്ടാളും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചത്, പിന്നെ പുട്ട്, അതൊക്കെ ആയിരുന്നു. ഞാൻ ചിക്കൻ കറിയും പൊരിച്ചെടുത്തില്ല, എന്നും തന്നെയല്ലേ, അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു. പിന്നെ ഷാനിൽക്കാക്ക ടൈമായപ്പം ഷാനിൽക്കാക്ക ഷോപ്പിലേക്ക് പോയി ഫുഡൊക്കെ കൊണ്ടുപോയി. പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ, പിന്നെ പ്രത്യേകിച്ച് പണികൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. സെല്ലോ ടാപ്പിൻ്റെ തുഞ്ചം കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത സംഭവം അല്ലേ. പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, പണികളൊക്കെ കഴിഞ്ഞിരിക്കണം. പിന്നെ നമ്മളെ വീട്ടിലാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ, പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഫിലിമൊക്കെ ഇരുന്ന് കണ്ടിട്ട് ചില്ല് ചെയ്തിരിക്കാം. ഒരു മിൽക്കി ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണ്, അപ്പം അത് വിത്ത് ഐസ്ക്രീം, പിന്നെ ഏതെങ്കിലും ഒരു ഫിലിമൊക്കെ കാണാം. അടിപൊളി കേട്ടോ. ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാന്നൊക്കെയാണ്. ഇപ്പോഴത്തെ ചെറിയ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ മിക്സ് ചെയ്ത് കണ്ട് കഴിക്കലൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. ഇപ്പോൾ കുറച്ചായിട്ട് മധുരം കൂടുതലാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ശരിയാണല്ലേ, കൂടുതലാണല്ലേ. പിന്നെ അതൊക്കെ ഒന്ന് കണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴ്ന്നപ്പം പിന്നെ ഫുഡൊക്കെ ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാനും അനിയത്തിയിരുന്ന് ഫുഡ് കഴിച്ചു.
പിന്നെ ഒരു ഓറിയോ സിൽക്ക് ഉണ്ടായിരുന്നു, അതും കഴിച്ച്. പിന്നെ ഒരു ടൈം ആയി കഴിഞ്ഞാൽ 3 മണി ആയി കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ എങ്ങനെ ആയാലും മിക്ക ദിവസങ്ങളിലും 7 o'clock അല്ലെങ്കിൽ 8 o'clock അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടാണ് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ തീർത്തതിന് ശേഷം വിശക്കാൻ തുടങ്ങി അങ്ങോട്ട്. അപ്പം പിന്നെ പഴം ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ പഴം വാട്ടി കഴിക്കുക. ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ഐറ്റം കേട്ടോ, പഴം വാട്ടുക. ഞാൻ എപ്പോഴായാലും അതൊന്ന് കഴിക്കും, അതുണ്ടെങ്കിൽ പിന്നെ അത് മതി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കുക. അതിൻ്റെ കൂടെ അതവിടെ സൈഡിലാവുന്നുണ്ട്. അതിൻ്റെ കൂടെ നൈറ്റിലേക്കുള്ള ഫുഡ് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം. ഷാനിക്കാകെ നൈറ്റിൽ ഫുഡ് കഴിക്കാൻ വരും. അപ്പം ഞാനിന്ന് തിരിച്ച് മാത്തോട്ടം തന്നെ പോകും. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു തട്ടിക്കൂട് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അതിൻ്റെ പണികൾ കാര്യങ്ങളിലേക്കൊക്കെ നിന്നു. അപ്പം അത് ആക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ പഴം അപ്പുറത്ത് വാട്ടുന്നുണ്ട്. അപ്പം അതായി കഴിഞ്ഞിട്ട് പഴം തിന്നണം, പഴം വാട്ടിയത്. അത് ചിലവരും തേങ്ങട്ട് കഴിക്കുന്നവരുണ്ട്, പഞ്ചസാര. ഞാൻ പിന്നെ ഒന്നും ഇടില്ല, അത് മാത്രം. പിന്നെ ഒരു തട്ടിക്കൂട്ടി ഒരു ഫ്രൈഡ് റൈസാണ് സെറ്റ് ചെയ്തു. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രഷപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ ഷാനിക്കാക്ക വന്നു. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നങ്ങാണ്ട് തിരിച്ചിങ്ങനെ മാത്തോട്ടിന്ന് പോന്നു. ഒന്ന് ഫുഡൊക്കെ ഒന്ന് സെറ്റാവണ്ടേ കഴിച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാണവരെ അവിടെ ഇരുന്ന് തിരിഞ്ഞളിച്ചങ്ങാണ്ട് തിരിച്ച് മാത്തോട്ടം പോന്നു. മാത്തോട്ടം വന്ന് വരുന്ന വഴിക്ക് പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിയിരുന്നു. ലെന ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോന്നു. അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.